മലയാളികളുടെ ജീവിതത്തിലും സംസ്കാരത്തിലും സ്വർണത്തിനുള്ള സ്ഥാനം വെറുമൊരു ലോഹം എന്നതിനേക്കാൾ ഉപരിയാണ്. അതൊരു സുരക്ഷിത നിക്ഷേപമാണ്. പെൺമക്കളുടെ വിവാഹത്തിനായുള്ള കരുതലാണ്. സാമ്പത്തിക പ്രതിസന്ധികളിൽ താങ്ങാവുന്ന രക്ഷാ കവചമാണ് സ്വർണം. എന്നാൽ അടുത്തിടെയായി സ്വർണ്ണ വിപണിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഏവരെയും അമ്പരപ്പിക്കുന്നതാണ്. എക്കാലത്തെയും വലിയ റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ചുയർന്നിരുന്ന സ്വർണ്ണവില പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. ഈ വർഷം ജനുവരി അവസാനം ഒരു പവൻ സ്വർണത്തിന് 1,31,000 രൂപയ്ക്ക് മുകളിൽ എത്തിയെന്ന വാർത്ത കേട്ട് അമ്പരന്നവർ ഇന്ന് വില 1 ലക്ഷത്തിന് താഴേക്ക്, ഒരുപക്ഷെ 90,000 രൂപയിലേക്ക് വരെ എത്തിയേക്കാം എന്ന പ്രവചനങ്ങൾ കേട്ട് അതിശയപ്പെടുകയാണ്. കേവലം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് രൂപയുടെ ഇടിവാണ് പവൻ വിലയിൽ ഉണ്ടായിരിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഇതൊരു സന്തോഷ വാർത്തയാണെങ്കിലും ഇതിന് പിന്നിലെ ആഗോള സാമ്പത്തിക കാരണങ്ങൾ അത്ര ലളിതമൊന്നുമല്ല. ലോകത്തിന്റെ പല കോണുകളിൽ നടക്കുന്ന യുദ്ധങ്ങളും അമേരിക്കയിലെ സാമ്പത്തിക നയങ്ങളും ക്രൂഡ് ഓയിൽ വിലയിലുള്ള മാറ്റങ്ങളും എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ജ്വല്ലറികളിലെ സ്വർണ്ണവിലയെ ബാധിക്കുന്നത് എന്നത് വളരെ വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം. സ്വർണ്ണവിലയിലെ നിലവിലെ ഇടിവിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് പശ്ചിമേഷ്യയിൽ വീണ്ടും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധവും പ്രകോപനങ്ങളും ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിപണികളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലെടുക്ക് പോലെയുള്ള തന്ത്രപ്രധാനമായ വ്യാപാര പാതകളിലെ പ്രതിസന്ധികൾ ലോകത്തിലെ എണ്ണ വിതരണത്തെയാണ് നേരിട്ട് ബാധിക്കുന്നത്. യുദ്ധഭീതിയും ഉപരോധങ്ങളും കാരണം ക്രൂഡ് ഓയിൽ വില അന്താരാഷ്ട്ര വിപണിയിൽ കുതിച്ചുയരാൻ തുടങ്ങിയിട്ടുണ്ട്. എണ്ണവില വർദ്ധിക്കുന്നത് ലോകമെമ്പാടുമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ഗതാഗത നിർമ്മാണ ചെലവുകൾ വർദ്ധിപ്പിക്കും. ഇത് സ്വാഭാവികമായും പണപ്പെരുപ്പത്തിലേക്ക് അഥവാ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്ക് നയിക്കുകയും ചെയ്യും. സാധാരണഗതിയിൽ ലോകത്ത് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിക്ഷേപകർ ഓഹരി വിപണികളിൽ നിന്നും പണം പിൻവലിച്ച് സുരക്ഷിത താവളമെന്ന നിലയിൽ സ്വർണത്തിൽ നിക്ഷേപിക്കുകയാണ് പതിവ്. ഇത്തരം സാഹചര്യങ്ങളിൽ സ്വർണ്ണവില ഉയരേണ്ടതാണ്. എന്നാൽ ഇത്തവണ സംഭവിച്ചത് നേരെ മറിച്ചാണ്. യുദ്ധം കാരണം എണ്ണവിലയും അതുവഴി പണപ്പെരുപ്പവും ഉയർന്നത് അമേരിക്കൻ കേന്ദ്ര ബാങ്കിന്റെ നയങ്ങളിൽ മാറ്റം വരുത്താൻ കാരണമായി. ഈ മാറ്റമാണ് സ്വർണത്തിന് തിരിച്ചടിയായത്. അമേരിക്കയിലെ പണപ്പെരുപ്പ നിരക്കുകൾ കഴിഞ്ഞ 3 വർഷത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തിയെന്ന റിപ്പോർട്ടുകൾ സ്വർണ്ണ വിപണിയിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചത്. പണപ്പെരുപ്പം നിയന്ത്രിക്കുക എന്നത് അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ ഏറ്റവും വലിയ ചുമതലകളിൽ ഒന്നാണ്. വിപണിയിലെ പണമൊഴുക്ക് കുറച്ചുകൊണ്ട് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഫെഡറൽ റിസർവ് ഉപയോഗിക്കുന്ന പ്രധാന ആയുധമാണ് അടിസ്ഥാന പലിശ നിരക്ക് വർദ്ധിപ്പിക്കുക എന്നത്. പലിശ നിരക്ക് ഉയരുമ്പോൾ ബാങ്കുകളിൽ നിന്നുള്ള വായ്പകൾക്ക് ചെലവേറുകയും ആളുകൾ പണം ചെലവാക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും. ഇത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ സഹായിക്കും. അമേരിക്കയിൽ പണപ്പെരുപ്പം കൂടുതലായതിനാൽ ഫെഡറൽ റിസർവ് ഉടൻ തന്നെ പലിശ നിരക്ക് കൂട്ടുമെന്ന ശക്തമായ സൂചനകളാണ് വിപണിയിലുള്ളത്. ഇത്തരത്തിൽ പലിശ നിരക്ക് വർദ്ധിക്കുന്നത് അമേരിക്കൻ ഗവൺമെന്റിന്റെ കടപ്പത്രങ്ങളുടെ, അതായത് ബോണ്ടുകളുടെ ആദായ നിരക്ക് എന്ന് പറഞ്ഞാൽ ബോണ്ട് ഈൽഡ് കുത്തനെ ഉയരാൻ കാരണമാകുന്നു. നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായ ഒരു മാറ്റമാണ്. സ്വർണം എന്നത് സ്വന്തമായി യാതൊരു പലിശയോ ലാഭവിഹിതമോ നൽകാത്ത ഒരു നിക്ഷേപമാണ്. വില വർദ്ധിച്ചാൽ മാത്രം ലാഭം കിട്ടുന്ന ഒന്നാണ് സ്വർണം. എന്നാൽ അമേരിക്കൻ സർക്കാരിന്റെ കടപ്പത്രങ്ങൾ ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്യുമ്പോൾ നിക്ഷേപകർ തങ്ങളുടെ കോടിക്കണക്കിന് ഡോളർ സ്വർണത്തിൽ നിന്നും പിൻവലിച്ച് ബോണ്ടുകളിലേക്ക് മാറ്റാൻ തുടങ്ങും. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമായി അമേരിക്കൻ ബോണ്ടുകൾ മാറുന്നതോടെ സ്വർണത്തിന്റെ ഡിമാൻഡ് ആഗോളതലത്തിൽ കുത്തനെ ഇടിയുകയും അത് വലിയ വിലത്തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ബോണ്ട് ഈൽഡ് വർദ്ധിക്കുന്നതിന്റെ നേരിട്ടുള്ള ഫലമായി അമേരിക്കൻ ഡോളർ ലോക നാണയ വിപണിയിൽ അസാധാരണമായ കരുത്ത് നേടുകയാണ്. വിദേശ നിക്ഷേപകർ അമേരിക്കൻ കടപ്പത്രങ്ങളിൽ നിക്ഷേപിക്കാൻ തങ്ങളുടെ പണം ഡോളറിലേക്ക് മാറ്റുന്നതാണ് ഇതിന് പ്രധാന കാരണം. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിന്റെ വ്യാപാരം നടക്കുന്നത് ഡോളറിലാണ്. അതിനാൽ ഡോളറിന്റെ മൂല്യം ഉയരുമ്പോൾ മറ്റ് കറൻസികൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾക്ക് സ്വർണം വാങ്ങുക എന്നത് കൂടുതൽ ചെലവേറിയ കാര്യമായി മാറുന്നു. ഉദാഹരണത്തിന് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ ഇടിയുമ്പോൾ ഇന്ത്യക്കാർക്ക് സ്വർണം വാങ്ങാൻ കൂടുതൽ രൂപ നൽകേണ്ടി വരും. ഇത് ഇന്ത്യയെ പോലെയുള്ള സ്വർണ്ണ ഉപഭോഗം കൂടുതലുള്ള രാജ്യങ്ങളിലെ ഡിമാൻഡ് കുറയ്ക്കുന്നു. ആഗോളതലത്തിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയുന്നതോടെ അന്താരാഷ്ട്ര വില വീണ്ടും താഴേക്ക് പോകും. കഴിഞ്ഞ 6 മാസത്തിനിടയിലെ ഏറ്റവും വലിയ താഴ്ചയായ 4000-നടുത്തുള്ള ഡോളർ നിരക്കിലേക്ക് ഔൺസിന് വില ഇടിഞ്ഞത് ഈ ഡോളർ കരുത്തിന്റെ വ്യക്തമായ ഉദാഹരണമാണ്. 2 മാസത്തിനകം വില 5000-ൽ നിന്നും 3500 ഡോളറിലേക്ക് വരെ ഇടിഞ്ഞേക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ ഈ മാറ്റങ്ങൾ ഏറ്റവും വേഗത്തിൽ പ്രതിഫലിക്കുന്നത് ദുബായ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ സ്വർണ്ണ വിപണികളിലാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങുന്ന ദുബായിൽ സ്വർണ്ണവില വലിയ തോതിൽ താഴേക്ക് വന്നത് വലിയ വാർത്തയായിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപുണ്ടായിരുന്ന റെക്കോർഡ് വിലയിൽ നിന്നും ഗ്രാമിന് വലിയ തോതിലുള്ള ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇത് സ്വർണം വാങ്ങാൻ കാത്തിരുന്നവർക്ക്, പ്രത്യേകിച്ച് വിവാഹ ആവശ്യങ്ങൾക്കും
അവധിക്കാലത്ത് നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനും സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഉയർന്ന വില കാരണം സ്വർണ്ണക്കടകളിൽ നിന്നും അകന്നു നിന്നിരുന്ന സാധാരണക്കാർ വീണ്ടും വിപണിയിലേക്ക് തിരിച്ചെത്താൻ ഈ വിലക്കുറവ് കാരണമാകും. വില കുറയുമ്പോൾ കൂടുതൽ ആളുകൾ സ്വർണം വാങ്ങാൻ തയ്യാറാകുന്ന പ്രവണത വിപണിക്ക് പുതിയ ഉണർവ് സൃഷ്ടിക്കും. എങ്കിലും വില ഇനിയും കുറയുമോ എന്ന പ്രതീക്ഷയിൽ പലരും കാത്തിരിക്കുന്നതും കാണാം. ആഗോളതലത്തിൽ സ്വർണ്ണവില കുറയുന്നുണ്ടെങ്കിലും ഇന്ത്യക്കകത്ത് മറ്റൊരു വലിയ പ്രതിസന്ധിയാണ് വ്യാപാരികൾ നേരിടുന്നത്. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം തുടർച്ചയായി ഇടിയുന്നത് സർക്കാരിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളിലൊന്നാണ് സ്വർണം. സ്വർണം ഇറക്കുമതി ചെയ്യാനായി വലിയ തോതിൽ ഡോളർ വിദേശത്തേക്ക് പോകുന്നത് രൂപയുടെ മൂല്യത്തെ കൂടുതൽ ദുർബലപ്പെടുത്തും. ഇത് തടയുന്നതിനായി സ്വർണത്തിന്റെ ഇറക്കുമതിയിൽ കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇത്തരം നിയന്ത്രണങ്ങൾ വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ആഭരണ നിർമ്മാതാക്കൾ സർക്കാരിന് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഇറക്കുമതിക്ക് നിയന്ത്രണം വരുന്നതോടെ രാജ്യത്ത് നിയമപരമായ സ്വർണത്തിന്റെ ലഭ്യത വൻതോതിൽ കുറയും. ഇത് ജ്വല്ലറികളുടെയും ആഭരണ നിർമ്മാണശാലകളുടെയും പ്രവർത്തനത്തെ നേരിട്ട് ബാധിക്കും. സ്വർണം കിട്ടാതാകുന്നതോടെ ഇവരുടെ പ്രവർത്തന മൂലധനം സ്തംഭിക്കുകയും വിപണിയിലെ ലാഭം വലിയ തോതിൽ ഇടിയുകയും ചെയ്യും. ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഉപജീവനം കണ്ടെത്തുന്ന ഈ മേഖലയിൽ വലിയ തൊഴിലില്ലായ്മയ്ക്ക് ഇത് കാരണമാവുകയും ചെയ്യും. കൂടാതെ വിപണിയിൽ സ്വർണത്തിന് ക്ഷാമം നേരിടുകയും ആവശ്യക്കാർ കൂടുകയും ചെയ്താൽ അത് വൻതോതിലുള്ള സ്വർണ്ണ കള്ളക്കടത്തിന് വഴിയൊരുക്കുകയും ചെയ്യും. നിയമവിരുദ്ധമായി സ്വർണം രാജ്യത്തേക്ക് ഒഴുകുന്നത് സർക്കാരിന് ലഭിക്കേണ്ട ഭീമമായ നികുതി വരുമാനം നഷ്ടപ്പെടുത്തുക എന്നത് മാത്രമാണ് ചെയ്യുക. ഈ പ്രതിസന്ധി മറികടക്കാൻ ചില പ്രായോഗിക നിർദ്ദേശങ്ങളും വ്യാപാരികൾ റിസർവ് ബാങ്കിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് പുതിയ സ്വർണം ഇറക്കുമതി ചെയ്യുന്നതിന് പകരം രാജ്യത്തിനകത്തുള്ള പഴയ സ്വർണം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നതാണ് അതിലൊന്ന്. ആളുകൾ വിൽക്കുന്ന പഴയ സ്വർണം ഉരുക്കി ശുദ്ധമായ ബാറുകളാക്കി മാറ്റുകയും അവ ബാങ്കുകൾ വഴി ആഭരണ നിർമ്മാതാക്കൾക്ക് വായ്പയായി നൽകുകയും ചെയ്യുന്ന രീതി കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇത് സ്വർണത്തിന്റെ ഇറക്കുമതി കുറയ്ക്കാനും അതേസമയം വിപണിയിലെ ക്ഷാമം പരിഹരിക്കാനും സഹായിക്കും. നിലവിലെ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ സ്വർണ്ണവില ഇനിയും താഴേക്ക് പോകാനുള്ള സാധ്യതകൾ തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ കരുത്തും പലിശ നിരക്കുകളിലെ മാറ്റങ്ങളും പശ്ചിമേഷ്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളും തന്നെയാകും വരും മാസങ്ങളിലും സ്വർണ്ണവിലയെ നിയന്ത്രിക്കുന്നത്. ഒരു പവൻ സ്വർണത്തിന്റെ വില 90,000 രൂപയ്ക്ക് താഴേക്ക് പോകുമെന്ന പ്രവചനങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയാനാകില്ല. എന്നാൽ സ്വർണ്ണ വിപണി എക്കാലത്തും പ്രവചനാതീതമാണ്. നാളെ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ പുതിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാലോ അല്ലെങ്കിൽ അമേരിക്കയുടെ സാമ്പത്തിക നയങ്ങളിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ ഉണ്ടായാലോ ഈ വിലയിടിവ് മാറി സ്വർണം വീണ്ടും കുതിച്ചുയർന്നേക്കാം. അതിനാൽ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നവർ ഹ്രസ്വകാല ലാഭത്തേക്കാൾ ഉപരി ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക ഭദ്രതയാണ് ലക്ഷ്യം വെക്കേണ്ടത്. വില കുറയുന്ന ഈ അവസരം ഉപഭോക്താക്കളെ സംബന്ധിച്ച് മികച്ച ഒരവസരമാണെങ്കിലും ആഗോള സാമ്പത്തിക മാറ്റങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യത്തോടെ മാത്രമേ വലിയ നിക്ഷേപങ്ങൾക്ക് മുതിരാവൂ എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ പാഠം. സ്വർണമെന്നും ഒരു വിലപ്പെട്ട ലോഹമായി തുടരുകയാണെങ്കിലും അതിൻ്റെ വില തീരുമാനിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാമ്പത്തിക അവസ്ഥകളാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.